ഹായ് ഗെയ്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീഡിയോയിലോട്ട്. മഞ്ഞൾ വിളവെടുപ്പ് കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം മഞ്ഞൾ വിളവെടുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ മഞ്ഞൾ എങ്ങനെ നമ്മൾ അത് പൊടിയാക്കി എടുക്കാമെന്നുള്ള വീഡിയോ ആണ്. നിങ്ങൾക്കൊക്കെ പ്രയോജനമുള്ള വീഡിയോ ആണ്. നിങ്ങൾ മഞ്ഞൾ തൈ നടണം. ഏകദേശം ഒരു പച്ചയ്ക്ക് ഒരു 5-6 കിലോ മഞ്ഞളുണ്ടത്. ഉണങ്ങി വരുമ്പോൾ 1-2 കിലോ കിട്ടും. മതി. എന്ത് വിലയാണ് മഞ്ഞൾ? നല്ല മഞ്ഞൾ കിട്ടുമോ? ഇല്ല. ഒരു 1-2 കിലോ കിട്ടും. 1 കിലോ കിട്ടിയാലും സന്തോഷമാണ്. കാര്യം 10 ഗ്രാം മഞ്ഞളിന് 10 രൂപയാണ് വില. അത് വേസ്റ്റ് മഞ്ഞൾ, ഒരു പ്രയോജനമില്ലാത്ത സാധനം. ഇതാകുമ്പോൾ ഒറിജിനൽ സാധനമാണ്. നമ്മൾ നട്ടു വളർത്തിയാണ്. അതിനകത്ത് എല്ലാ ഔഷധ ഗുണങ്ങളും ഉണ്ടാവും. മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഔഷധ ഗുണങ്ങളൊക്കെ അവർ ഊറ്റിയെടുത്ത് അത് വലിയ മരുന്ന് കമ്പനിക്ക് വിറ്റിട്ട് അതിൻ്റെ ചണ്ടിയാണ് നമുക്ക് പൊടിച്ച് തരുന്നത്. അപ്പം നമ്മളെങ്ങനെ മഞ്ഞൾ, നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച മഞ്ഞൾ എങ്ങനെ എന്നുള്ളതാണ് വീഡിയോ കാണിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. കട്ടി അപ്പം മഞ്ഞൾ കഴുകിയൊക്കെ ഉണക്കി വെച്ചിരിക്കണേണ്ട, അല്ല കഴുകി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം, ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി മാവല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവല സാധാരണ മാവിലല്ല. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ മഞ്ഞൾ ഇടാൻ പോവുക. എല്ലാം കൂടെ ഒറ്റയടിക്ക് പുഴുങ്ങാൻ പറ്റത്തില്ല, ചെറിയ ചെമ്പാണ്. അപ്പം എല്ലായിടത്തും കൂടി ഇട്. പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല, തോലൊക്കെ പതുക്കെ കളയത്തുള്ളൂ. ഇത് പുഴുങ്ങിയെടുക്കുക. ആ വലിയ കഷ്ണം കാണിച്ച അതെ, അത് ഇതേത് ഭാഗമാണ് അത് കാണിച്ചേ? എടുത്ത് കാണിയത് ഇത് തടഭാഗമാണ്, അതും എടുക്കാം. അതിൻ്റെ തടഭാഗമാണ്, അതും നമുക്കെടുക്കാം. അപ്പോൾ ഇത്രയും ആദ്യത്തെ ട്രിപ്പ്. ഒറ്റയടിക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും കൂടെ ഉണ്ട്. ഇതൊരു 3-4 കിലോ മഞ്ഞളുണ്ട്. ഉണങ്ങി വരുമ്പോൾ 1-1.5 കിട്ടുമായിരിക്കും. അപ്പോൾ അത് ഈ തട മുറിച്ചിടുന്ന എന്നാ വെച്ചാൽ വേകാൻ വേണ്ടിയിട്ട്. തട മുറിച്ചിട്ടിരിക്കുകയാണ്. അതൊന്ന് ആവി കൊണ്ട് വേകാൻ വേണ്ടിയിട്ടാണ്. ഇത് ആവിയിലാണ് പുഴുങ്ങുന്നത്, വെള്ളത്തിലല്ല, ആവിയിലാണ് പുഴുങ്ങുന്നത്. പിന്നെ ചിലർ ഇതിനകത്ത് കലത്തിൽ തീ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. തീ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആകട്ടെ, ഒന്ന് ആവി കയറി ഒന്ന് പുഴുങ്ങട്ടെ. കോപ്പി റെഡിയായി കാണുന്നു, പ്രതീക്ഷിക്കുന്നു. നോക്കാൻ പോവാണ്. ഞങ്ങൾ സിസ്റ്റം മാറ്റിയാൽ, നമ്മൾ നേരത്തെ ഇട്ട സിസ്റ്റം വേഗം ഭയങ്കര താമസം, ഗ്യാസ് കത്തി തീരുക. സിസ്റ്റം മാറ്റി. മതി മതി മതി. ഞങ്ങൾ സിസ്റ്റം മാറ്റി. ആ സിസ്റ്റം ഒന്ന് കാണിക്കണേ. നേരത്തെ ഇട്ടത് വേഗം വലിയ പാട്. മുകളിൽ നിന്ന് കുറച്ചിടും. ഗോപി മൊത്തം ഇട്ടായിരുന്നു. എൻ്റെ പരുവൊന്ന് പറയണേ. അത് പറഞ്ഞാൽ മതി, എടുത്തിട്ട് വ്യക്തമായിട്ട് പറയണം. വിലയൊന്നും എടുക്കല്ലേ ഇപ്പോൾ വില കാണിക്കും. അടിപൊളി മഞ്ഞളുടെ മണം. ആഹാ,
ചൂട് കൈ കൊള്ളുന്നു. ഒരു അരിപ്പ പാത്രത്തിലോട്ട് വെള്ളം പോകാൻ വേണ്ടി എടുത്തു. വെള്ളം പോയാൽ പോലെ എൻ്റെ ചൂട് പോയിട്ടേ അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. കൈ കൊള്ളും. ആ ക്ലിപ്പിട്ടിടിഞ്ഞ് അതിലെ കിടന്നിട്ടുള്ളൂ. കഴിഞ്ഞില്ല. ഇപ്പോൾ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ മറ്റേത് വേഗം ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇലയിട്ട് മാവിൻ്റെ ഇല നിറച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഈ മഞ്ഞൾ അതിൻ്റെ പുറത്ത് നമ്മൾ മഞ്ഞൾ നിരത്തിയിട്ട് ആണ് പുഴുങ്ങിയെടുത്തത്. മറ്റേ ഇതിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നെങ്ങ് പറഞ്ഞല്ലേ, ഇങ്ങനെ ഞെക്കിയാൽ നെങ്ങണം, അതാണ് പരുവം. ഇപ്പോൾ കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ ഉണ്ട്. കണ്ടോ അതിനകത്ത് മാവിൻ്റെ ഇല വെള്ളം എടുത്തിട്ട് അതിൻ്റെ പുറത്ത് മാവില ഇട്ട് നിറച്ച്, എന്നിട്ട് അതിൻ്റെ പുറത്താണ് ഈ മഞ്ഞൾ ഇട്ടിട്ട് വേവിച്ചത്. കാര്യം മറ്റേത് വേകാൻ ഭയങ്കര പാട്. ഇതിനകത്ത് കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ ഇടും. ഹലോ ഗൈസ്, നമ്മളപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് അരിഞ്ഞുണങ്ങണം. അപ്പോൾ അരിയാൻ പോവുക. അരിഞ്ഞ് 2-3 ദിവസത്തെ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നമുക്കത് അടുത്ത പൊടിക്കാനായിട്ട് കൊടുക്കണം. മില്ലിൽ കൊടുത്താൽ പൊടിക്കത്തുള്ളൂ. ഇത്ര സമയത്തെ അരിയല തീർന്നു, എല്ലാവരും തീർന്നു. ഷക്കീല താങ്ക് യു. എൻ്റെ അമ്മോ, ഇനി ഇത് ഉണങ്ങണം. ഇനി ഇത്ര കൂടെ അരിഞ്ഞാൽ മതി. ഇനി ഉണക്കണം. നാളെ ഇടാം അല്ലേ? അപ്പം നാളെ രാവിലെ മുതൽ വെയിൽ വിളിക്കാൻ പറ്റും. ഇപ്പം ഇഷ്ടമാണ് വെയിൽ. അല്ല, നാളെ ഇടാം. നാളെ രാവിലെ വെയിലിച്ചിട്ട് 2-3 ദിവസം ഉണക്ക് കഴിഞ്ഞാൽ ഉടനെ സഭ പൊടിക്കാം. ഗേഷ്, ഞങ്ങളങ്ങനെ മഞ്ഞൾ എന്തായാലും നല്ല വെയിലുണ്ട്, നാളെ ഇടാമെന്ന് വിചാരിച്ചാണ്. വേണ്ട, ഇപ്പം തന്നെ ഇട്ടേക്കാന്ന് വെച്ചാൽ. അപ്പോൾ മഞ്ഞൾ നമ്മൾ ഉണക്കാനിടാൻ പോവുകയാണ്. ഗേഷ്, സ്വർണം അങ്ങനെ ഇടല്ലേ, അങ്ങനെ ഒരു സൈഡത്ത് ഒരു കമ്പ് വെച്ചാക്കും. നമ്മുടെ സ്വർണ്ണം അങ്ങനെ ഉണക്കാനിട്ടു. തിളക്കം കണ്ടതിൻ്റെ. ഓ, ആ സൈഡ് കമ്പെടുത്ത് വെക്ക്. ആ സൈഡ് അപ്പുറത്തൊന്നുകൂടെ വിരിക്കും. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടാക്ക്. ആ സൈഡ് മതി. അപ്പോൾ ഗൈസ്, മഞ്ഞൾ ഉണക്കാനിട്ടു. നാളെ ഇടാമെന്ന് വിചാരിച്ചാണ്, പിന്നെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിൽ, കുറച്ച് വാടി കിട്ടും. ആ ഗൈസ്, ഈ സ്ഥലം കണ്ട, ഈ വാഴ നിൽക്കുന്നതും ആ ഗേറ്റും ഒരു വീട് നിൽക്കുന്നുണ്ട.
ഒരേക്കർ സ്ഥലമുണ്ട്. ഇത് ഞാൻ പാട്ടത്തിന് ചോദിച്ചത്. ആ ഒരു പഴയ വീട്, ഓടിട്ട വീടും, ഒരേക്കർ സ്ഥലമുണ്ട്. ഒരു പട്ടാളക്കാരുടെ ഒരു പട്ടാളത്തിലെ ക്യാപ്റ്റൻ്റെ സ്ഥലമാണ്. 2 കുളമൊക്കെ ഉണ്ട്. ഒരെണ്ണം നികത്തി, ഒരു കുളമുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ പാട്ടത്തിന് ചോദിച്ചോ. അയാൾ തരാമെന്ന് പറഞ്ഞ പട്ടാളക്കാരൻ. മകന് പ്രശ്നം. അവനെന്താ ഖനി സ്വർണ്ണം എന്താ ഉണ്ടാക്കാൻ. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഫ്രീ ആയിട്ട് സ്ഥലം കിട്ടിയത്. 1 ഏക്കർ 7 സെൻറ്റ് സ്ഥലം ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടി. അവിടെ കൃഷി തുടങ്ങണം, ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ ഇനി എല്ലാം കിളച്ചിട്ടിരിക്കുക. അവിടെ ഇനി എനിക്ക് വരമ്പ് പോരാനുണ്ട്. ട്രാക്ടർ വിളിക്കണം. 17,000 രൂപ വേണം, പൈസ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മുടെ മഞ്ഞൾ ഉണങ്ങാനിട്ട് 2-3 ദിവസത്തെ വെയിൽ, 2-3 ദിവസത്തെ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ശരിയാവും. വിത്തിന് വേണ്ടിയുള്ള മഞ്ഞളാണ്. അടുത്ത നടാൻ വേണ്ടി വിത്തിന് വേണ്ടി മഞ്ഞൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് തണുപ്പ് കൊള്ളുന്ന രീതിയിൽ മണ്ണിൽ തന്നെ പൂത്തിയിട്ടിരിക്കുകയാണ്, പുകച്ചിട്ടിരിക്കുകയാണ്. എന്താ അപ്പം ഇത് എടുത്ത് നടും. അതിവിടെ കിടക്കട്ടെ. ഇവിടെ എത്ര നാൾ വേണമെങ്കിൽ കിടന്നോളൂ, ഉണങ്ങിപ്പോകത്തില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകത്തില്ല. എത്ര നാൾ വേണമെങ്കിൽ കിടന്നോളൂ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നടാം. ഇപ്പോൾ ഉടനെ നടന്നില്ല. ഇപ്പോൾ ഗ്രോ ബാഗ് നിറക്കണം. ഇപ്പോൾ എടുത്ത ഗ്രോ ബാഗ് നിറക്കണം. ഒരു 10 ഗ്രോ ബാഗ് ഇവിടെ ഉണ്ട്, അതെല്ലാം നിറക്കണം. അപ്പോൾ അടുത്ത ദിവസം പതുക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം എടുത്തിട്ട് ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് വെക്കാം. അതൊക്കെ എടുത്ത് പോയാലും കുഴപ്പമില്ല, അങ്ങോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ വിത്തിന് മാറ്റിയിട്ടുണ്ട്. കേട്ടോ, ഒരു 10-20 എണ്ണം ഉണ്ട്. 20 ഗ്രോ ബാഗ് നടാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇനിയുമുണ്ട്. ഉണങ്ങി ഇനി പൊടിക്കണം, ഉണങ്ങി പൊടിച്ചെടുക്കണം. അതുവരെക്കും പണിയാണ്. നമ്മുടെ വീട്ടിൽ മുകളിലെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ മുകളിലെ വ്യൂ ആണ് കാണുന്നത്. നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗമാണ്. അപ്പോൾ ഞാൻ നിർത്തുന്നില്ല. ഇത് ഉണങ്ങി പൊടിച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിടാം. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് ശരിയല്ല. ഇത് ഉണങ്ങട്ടെ. ഉണങ്ങി പൊടിപ്പിച്ച് മഞ്ഞളുടെ കളറും ഗുണവും, നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്നതിൻ്റെ കളറും ഗുണവും, നമ്മൾ നട്ടു വളർത്തിയതിൻ്റെ ഗുണവും എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ഇടുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇപ്പം നാളത്തേക്ക് ബാക്കി ബൈ. അപ്പോൾ അത് നമ്മൾ കെട്ടി തല്ലാൻ പോകും, അല്ലാതെ രക്ഷയില്ല. എല്ലാം കൂടെ ഒന്നിച്ച് പിടിക്കും. കെട്ടിക്കുക. ലൂസായിട്ട് കെട്ടണം. ആ പൊടിയെടുത്ത് മാറ്റിയിട്ട് വേറെ പാത്രത്തിലോട്ടാണ് ഇതെല്ലാം ആക്കിയിട്ട് മറ്റേ ഇതിനകത്തോട്ടാണ് മറത്തിലോട്ടാക്കിയിട്ട് പൊടിയൊക്കെ മാറ്റിയിട്ട് ഇത് കുടഞ്ഞ് രണ്ടാവുന്നുള്ളൂ. ഇനി ചാവിട്ടിട്ട് മതി. നമ്മൾ കൃഷി ചെയ്ത് വളർത്തിയെടുത്ത് പൊടിച്ച മഞ്ഞൾ റെഡിയായിട്ടുണ്ട്. ഇതാ മഞ്ഞൾ. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾ. രണ്ടും കളർ വ്യത്യാസമുണ്ട്. ഇത് വെളുത്തിരിക്കുകയാണ്, നല്ല ഗോൾഡൻ കളറിലിരിക്കുക. ഈ മഞ്ഞൾ നല്ല ഗോൾഡൻ കളറിലിരിക്കുക. അത്രയൊന്നും അടുപ്പിക്കേണ്ട, അത് പൊട്ടിപ്പോകും. ഇത് വെളുത്തിരിക്കുന്നു. അതിന് പറഞ്ഞിട്ടുണ്ട്. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾ ഒരു ഗുണവും ഇല്ലാത്ത സാധനമാണ്. അതിൻ്റെ എല്ലാ മെഡിസിൻ കണ്ടൻറ്റും മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ ആണ്. മെഡിസിൻ കണ്ടൻസ് കംപ്ലീറ്റ് ഊറ്റിയെടുത്തിട്ടാണ് അതിൻ്റെ പൊടിയാണ് നമുക്ക് തരുന്നത്. ആ ഊറ്റിയെടുക്കുന്ന സാധനം വലിയ മെഡിസിൻ കമ്പനികൾക്ക് പോകും. അവർ ഇഷ്ടം പോലെ കാശ് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. ബാക്കി ചണ്ടിയാണ് നമുക്ക് പൊടിച്ചു തരുന്നത്. ചെറിയ പാക്കറ്റ് എത്ര 35-20 മഞ്ഞൾ. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങളെല്ലാവരും മഞ്ഞൾ കൃഷി ചെയ്യുക. എനിക്ക് ആവശ്യമുള്ളതായി അടുത്ത വിത്തെടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇടുന്നുണ്ട്. വിത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വിത്ത് ഉണങ്ങിപ്പോയിരിക്കാൻ വേണ്ടി മണ്ണിൽ പൂത്തിയിട്ടിരിക്കുകയാണ്. പിന്നെ അത് ഉടനെ നടും. അത് പൊട്ടിക്കിട്ടാലും കുഴപ്പമില്ല.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളും കൃഷി ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പ്രത്യേകം ഞാൻ പറയണം, സപ്പോർട്ട് ചെയ്യുക. നല്ലത് കൃഷി ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ബൈ ബൈ. അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണുന്നു.